أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. ആമീൻ. സ്നേഹ ബഹുമാനമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറായിലെ 128 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് വായിക്കേണ്ടത്. ആദ് ഗോത്രത്തെക്കുറിച്ച് വായിച്ചു വരുന്നു. അഹ്കാഫുകാർ അഥവാ ആദ് ഗോത്രം, അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച റസൂലിനെ ഒരു തരത്തിലും പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, ആ റസൂലിൻ്റെ പ്രബോധനത്തെ പൂർണ്ണമായും നിഷേധിച്ച് തള്ളിക്കളയുന്ന സ്വഭാവക്കാരായി തീർന്നു. ആദ് സമുദായം ഇതര സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കൂടുതൽ ശാരീരിക ബലമുള്ള, കായിക ശക്തിയുള്ള ഒരു വിഭാഗമായിരുന്നു. ആ അനുഗ്രഹത്തിൽ നന്ദി കാണിക്കേണ്ടവരായിരുന്നു അവർ. പക്ഷേ പൂർണ്ണമായും അള്ളാഹുവോട് നന്ദികേട് കാണിക്കുന്ന സ്വഭാവക്കാരാവുകയാണ് അവർ ചെയ്തത്. നന്ദികേടാണ് അവർ അള്ളാഹുവോട് കാണിച്ചത്. വലിയ പൊങ്ങച്ചക്കാരും അഹങ്കാരികളുമായിരുന്നു അവർ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുകൾ നൽകിയിട്ടുള്ള കഴിവുകളുടെ പേരിൽ അഹങ്കരിച്ചതിൻ്റെ ചില ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ശുഅറായിൽ 128-ാമത്തെയും 129-ാമത്തെയും 130-ാമത്തെയും ഒക്കെ ആയത്തിലൂടെ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അവരുടെ അഹങ്കാരത്തിൻ്റെ നിർമ്മിതികളെക്കുറിച്ചും അഹങ്കാരത്തോടു കൂടി അവർ ജീവിച്ചതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ച ഒരു ചോദ്യം 128-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാം. അതബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തഅബസൂൻ. അതബ്നൂന, നിങ്ങൾ നിർമ്മിക്കുകയാണോ, ബികുല്ലി റീഇൻ, എല്ലാ കുന്നിൻ പുറങ്ങളിലും, എല്ലാ കുന്നുകളിലും, എല്ലാ ഉയർന്ന സ്ഥലങ്ങളിലും. റീഅ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം. എല്ലാ ഉയർന്ന സ്ഥലങ്ങളിലും ആയതൻ, അടയാളങ്ങൾ, അഥവാ പ്രതാപത്തിൻ്റെ, പൊങ്ങച്ചത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ നിർമ്മിക്കുകയാണോ എന്നർത്ഥം. തഅബസൂൻ, ഒരു കാര്യവുമില്ലാതെ, വെറുതെ എന്നർത്ഥം. അപ്പോൾ വെറുതെ പൊങ്ങച്ചം കാണിക്കാനായി എല്ലാ കുന്നിൻ പുറങ്ങളിലും നിങ്ങൾ പ്രതാപത്തിൻ്റെ ചിഹ്നങ്ങൾ കെട്ടിപ്പൊക്കുകയാണോ എന്ന് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ആദുകാരോട് ചോദിക്കുമ്പോൾ അവർക്ക് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളോട്, നിർമ്മിതികൾ ധാരാളമായി നിർമ്മിച്ചുണ്ടാക്കുന്നതിനോട് വലിയ ആർത്തിയായിരുന്നു. അതിൻ്റെ പേരിൽ അവർ പൊങ്ങച്ചം കാണിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് വതത്തഖിദൂന മസ്വാനിഅ ലഅല്ലകും തഖ്ലുദൂൻ. വതത്തഖിദൂൻ, നിങ്ങൾ ഉണ്ടാക്കുകയാണോ. അവിടെ അതബ്നൂന എന്നതിൽ വന്നിട്ടുള്ള അദാത്തുൽ ഇസ്തിഫ്ഹാം അഥവാ എന്നുള്ള ആ ഒരു പ്രയോഗം, ഹൽ എന്ന അർത്ഥം വരുന്ന ആ പ്രയോഗം ഇവിടെയും അർത്ഥത്തിൽ ബാധകമാണ്. വതത്തഖിദൂന, നിങ്ങൾ ഉണ്ടാക്കുകയാണോ, മസ്വാനിഅ, വലിയ വലിയ ഗോപുരങ്ങൾ, വലിയ വലിയ സൗധങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയാണോ. നിർമ്മാണശാല എന്നൊക്കെ മസാനിഅ എന്ന വാക്കിനർത്ഥമുണ്ട്. ലഅല്ലകും തഖ്ലുദൂൻ, അതൊക്കെ നിർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇവിടെ നിത്യജീവൻ ഉണ്ടാകും, നിങ്ങളിവിടെ ശാശ്വതന്മാരാകും എന്നുള്ള നിലക്ക് നിങ്ങൾ അങ്ങനെയൊക്കെ നിർമ്മിച്ചുണ്ടാക്കുകയാണോ. അഥവാ നിങ്ങൾക്ക് എന്നെന്നും ഈ ഭൂമിയിൽ താമസിക്കാം എന്നുള്ള കരുതലോടുകൂടി നിങ്ങൾ ഇവിടെ മഹാസൗധങ്ങൾ നിർമ്മിക്കുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയാണോ എന്ന് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ആദുകാരോട് ചോദിക്കുന്നു. വീണ്ടും മറ്റൊന്നുകൂടി ഇദാ ബതഷ്തും ജബ്ബാരീൻ, അവരുടെ ക്രൂരതയുടെ, അഹങ്കാരത്തിൻ്റെ, പൊങ്ങച്ചത്തിൻ്റെ, അവരുടെ കഴിവുകളുടെ പേരിൽ അവർ അഹങ്കരിച്ചതിൻ്റെ ഒരു ഉദാഹരണമായിക്കൊണ്ട് വീണ്ടും പറയുന്നു ഇദാ ബതഷ്തും, നിങ്ങൾ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ, ബതഷ്തും ജബ്ബാരീൻ, നിഷ്ഠൂരമായ നിലക്ക് ബലം പ്രയോഗിക്കുന്നവരായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ
അവരുടെ എതിരാളികളോട് എതിർക്കുമ്പോൾ അതിനിഷ്ഠൂരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനത്തെക്കുറിച്ചും ചോദിച്ചുകൊണ്ട്, ഭൂമിയിൽ അഹങ്കാരം കാണിച്ചതിനെക്കുറിച്ച്, ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അഹന്ത കാണിച്ചതിനെക്കുറിച്ച്, പൊങ്ങച്ചം പ്രകടിപ്പിച്ചതിനെക്കുറിച്ചൊക്കെ തന്നെ ചോദിച്ചുകൊണ്ട് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽ ഇടപെടുന്നു. എന്നിട്ട് അതൊക്കെയും അവരെ അങ്ങനെയൊക്കെ പ്രേരിപ്പിച്ചുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് അവർ വേറിട്ട് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില മോശമായ പ്രവണതകളാകുന്നു അത്. അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വൃത്തികേടെന്ന് പറയുന്നത് ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം അള്ളാഹുവല്ലാത്തവർക്ക് അവരുടെ ആരാധനകൾ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്യുന്നവരായി തീർന്നു. അങ്ങനെ ജീവിച്ചവരായ ആ ജനത്തിൻ്റെ അടുക്കൽ നിന്ന് ഉണ്ടായിട്ടുള്ള തോന്നിവാസങ്ങളായിരുന്നു ഇതൊക്കെ. ഈ തോന്നിവാസങ്ങൾ അവർ ചെയ്തു കൂട്ടിയ ഷിർക്കിനോളം വലിയ കുറ്റകൃത്യങ്ങളൊന്നുമല്ല. പക്ഷേ ആ ഷിർക്കാണ് അവരെ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുന്നു, ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, വ അത്തീഊൻ, എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ ആയത്തുകളൊക്കെ വായിക്കുമ്പോൾ അവരിലെ ഭൗതികമായ സൗകര്യങ്ങളോടുള്ള അഥവാ ഭൗതികതയോടുള്ള അടങ്ങാത്ത ആർത്തി, ആ ആർത്തിക്ക് നേരെയുള്ള ഒരു വിരൽ ചൂണ്ടൽ പ്രവാചകൻ എന്നുള്ള നിലക്ക് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയത് ഇവിടെ കാണാൻ സാധിക്കും. അതുവഴി അള്ളാഹുവിന് മാത്രം വഴിപ്പെടേണ്ടതിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവനെ മാത്രം ആരാധിക്കേണ്ടതിനെക്കുറിച്ച് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കേവലം പൊങ്ങച്ചത്തിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ അത് മുഴുവനും അന്യായമാണ് എന്ന് അവരെ ബോധിപ്പിക്കാനും ഉണർത്താനും ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ചിന്തകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിലൂടെ നമുക്ക് നൽകുമ്പോൾ, നമ്മൾ ആ ആയത്തുകളൊക്കെ വായിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഓർമ്മ വരേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇങ്ങനെയൊക്കെ നിർമ്മിച്ചു കൂട്ടുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിച്ചാൽ, വെറുതെ എന്ന് ഉത്തരം പറയേണ്ട അവസ്ഥ നമുക്കുണ്ടെങ്കിൽ, ഒരു കാര്യവുമില്ലാതെ എന്ന് പറയേണ്ട ഒരു ഉത്തരം നമുക്ക് നമ്മുടെ മുൻപിലേക്ക് ഉണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ പൊങ്ങച്ചമല്ലാത്ത മറ്റൊന്നും നമുക്ക് പറയാനില്ല എന്നതാണെങ്കിൽ, അതാ ജാഹിലിയത്തിൻ്റെ ആയതുകാരുടെ ജാഹിലിയത്ത് നമ്മളെ പിടികൂടിയിരിക്കുന്നു എന്ന് നാം പറയേണ്ടി വരും. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുക എന്നുള്ള നിലക്ക് ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, അതിനൊക്കെ കൃത്യമായ ഒരു ലക്ഷ്യം, നന്മ നിറഞ്ഞ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഒരു നന്മയായി തീരുകയുള്ളൂ. ഇല്ല എങ്കിൽ കൊടും തിന്മകളുടെ കൂട്ടത്തിൽ അത് ഉൾപ്പെടും എന്ന് മാത്രമല്ല, ഈ പ്രകൃതിയോട് തന്നെ കാണിക്കുന്ന, ഈ ഭൂമിയോട് തന്നെ കാണിക്കുന്ന വലിയ ഒരു ക്രൂരതയായി അത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അബൂദർദാ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചിട്ടുള്ള ഒരു ഉപദേശം ഇത്തരുണത്തിൽ വളരെ പ്രസക്തമാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ ആ ഉപദേശം പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട്. ദമസ്കസിലെ ഗോത്ത എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് കണ്ട് അവിടുത്തെ പള്ളിയിലേക്ക് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയും എന്നിട്ട് അവിടുത്തെ ജനങ്ങളെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി സംസാരിക്കുകയും ചെയ്ത ഒരു സംഭവം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഡമസ്കസുകാരെ എന്ന് വിളിക്കുകയും അങ്ങനെ ആ സമയത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരായ ആളുകളുടെ മുൻപിലേക്ക് സംസാരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് തുടങ്ങിയ വാക്കുകൾ ഇങ്ങനെയാണ്. ആദ്യം തന്നെ അലാ തസ്തഹ്യൂൻ, നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അബൂദർദാ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഭക്ഷിക്കാനാവാത്തത്രയും നിങ്ങൾ ശേഖരിച്ചു വെക്കുന്നു, നിങ്ങൾക്ക് പാർക്കാൻ ആവശ്യമില്ലാത്തത്രയും നിങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതിനപ്പുറം നിങ്ങൾ മോഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നു. ഇന്നഹു കാനത്ത് ഖബ്ലക്കും ഖുറൂൻ, എന്നാൽ ഓർക്കണം, നിങ്ങളുടെ മുൻപ് കുറേ തലമുറകൾ ഇതിൻ്റെ മുൻപേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ധാരാളമായി ഒരുമിച്ച് കൂട്ടി, അതിലൂടെ അവർ മേഞ്ഞു, വൻ നിർമ്മാണങ്ങൾ അവർ നടത്തി. ആ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിലൂടെയൊക്കെ തങ്ങൾക്ക് ഭൂമിയിൽ ശാശ്വതമായി നിവസിക്കാൻ കഴിയും എന്നുള്ള നിലക്കായിരുന്നു അവരുടെ നിർമ്മാണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവർ ഒത്തിരി ഭൂമിയിൽ ജീവിച്ചപ്പോൾ മോഹിക്കുകയും കൊതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
അറ്റമില്ലാത്ത പ്രതീക്ഷകൾ ഒന്നും അവർക്കാവട്ടെ നേടാൻ സാധിച്ചില്ല. പക്ഷേ ആ പ്രതീക്ഷകൾ മുഴുവനും അവരെ വഞ്ചിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, സമ്പാദ്യങ്ങൾ മുഴുവനും തകർന്നു പോവുകയും നശിച്ചു പോവുകയും ചെയ്തു. അവരുടെ പാർപ്പിടങ്ങൾ തന്നെ അവർക്കുള്ള ഖബറുകളായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ അദനിനും അമ്മാനിനും ഇടയിലുള്ള എത്രയോ കുതിരശക്തികളും യാത്രാവാഹനങ്ങളും സ്വന്തമാക്കിയവരായ ആ ആദുകാരില്ലേ, ആ ആദുകാർ നേടിയതൊക്കെയും കേവലം 2 ദിർഹം കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്, ഞാനത് നൽകാം എന്ന് പറയുന്ന ഒരു സംസാരം മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു നടത്തുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ. എന്ന് പറഞ്ഞാൽ ഭൗതികത അതിശക്തമായി നമ്മുടെ മനസ്സുകളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിന് ഈ ദുനിയാവിൽ ജീവിക്കുന്നു എന്നുള്ള ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോവുകയും യാഥാർത്ഥ്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞു പോവുകയും ദുനിയാവ് തന്നെ തനിക്ക് എല്ലാം എന്നുള്ള ചിന്ത കടന്നുകൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ഈ ആയത്തുകളൊക്കെയും വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സുകളിൽ ഉണർന്നു വരേണ്ടതും ഉയർന്നു വരേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യവും അനുഗ്രഹവും നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.